നമസ്കാരം പ്രിയപ്പെട്ടവരെ. നമ്മൾ ഇന്ന് ബയോളജി എട്ടാം ക്ലാസ്സിലെ സയൻസ് പാഠഭാഗമായിട്ടുള്ള ബയോളജിയുടെ ഭാഗമായിട്ടുള്ള വീണ്ടെടുക്കാം വിളനിലങ്ങൾ എന്ന ചാപ്റ്ററിലെ കുറച്ച് ഭാഗമാണ് പറയുന്നത്. അതിൽ നമ്മൾ കന്നുകാലി പരിപാലനം, അതുപോലെ കുറച്ച് നമ്മൾ ഈ കൃഷിരീതികളും അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. പ്രധാനപ്പെട്ട കന്നുകാലി ഇനങ്ങൾ അതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത്. കന്നുകാലി പരിപാലനമാണ് ടോപ്പിക്ക്. അപ്പം പ്രധാന കന്നുകാലി ഇനങ്ങൾ, അതിൽ പശുവിൻ്റെ ഇനങ്ങളെക്കുറിച്ച് പറയുകയാണ്. ജേഴ്സി, ഹോൾസ്റ്റീൻ, ഫ്രീഷ്യൻ, വെച്ചൂർ. ജേഴ്സി, ഹോൾസ്റ്റീൻ, ഫ്രീഷ്യൻ, വെച്ചൂർ ഈ മൂന്നും എന്താണ്? പശുവിൻ്റെ ഇനങ്ങളാണ്. ഈ 4 ഇനങ്ങൾ ജേഴ്സി, ഹോൾസ്റ്റീൻ, ഫ്രീഷ്യൻ, വെച്ചൂർ ഇവ പശുവിൻ്റെ പ്രധാനപ്പെട്ട ഇനങ്ങളാണ്. അടുത്തത് എരുമയാണ്. മുറ, നീലിരവി, ബദാവരി. മുറ, നീലിരവി, ബദാവരി ഈ എരുമയുടെ ഇനങ്ങളാണ് മുറ, നീലിരവി, ബദാവരി. ആട്, തലശ്ശേരി, ജംനാപ്യാരി, ബോയർ. ആടാണ് തലശ്ശേരി, ജംനാപ്യാരി, ബോയർ ആടിൻ്റെ ഇനങ്ങളാണ്. അടുത്ത് പക്ഷി പരിപാലനം. മുട്ടയ്ക്കും മാംസത്തിനും വേണ്ടി പക്ഷികളെ വളർത്തുന്നു. കോഴി ഇനങ്ങൾ, അതിൽ പ്രധാനപ്പെട്ട പക്ഷികളാണ്, നമ്മൾ വളർത്തുന്ന പ്രധാനപ്പെട്ട പക്ഷികളാണ് കോഴികൾ. കോഴി ഇനങ്ങളാണ് അതുല്യ, ഗ്രാമലക്ഷ്മി, വൈറ്റ് ലഗോൺ. അതുല്യ, ഗ്രാമലക്ഷ്മി, വൈറ്റ് ലഗോൺ ഇത് മൂന്നും കോഴിയുടെ ഇനങ്ങളാണ്. താറാവ് ഇനങ്ങൾ മസ്കവി, ചാര, ചെമ്പല്ലി. താറാവിൻ്റെ ഇനങ്ങളാണ് മസ്കവി, ചാര, ചെമ്പല്ലി. ഇനി കാട, നമ്മൾ ഇതുപോലെ തന്നെ വീട്ടിൽ വളർത്തുന്നതാണ് കാട ഇനങ്ങളാണ് ജപ്പാനീസ് ബോബ് വൈറ്റ്. ജപ്പാനീസ് ബോബ് വൈറ്റ് എന്നിവ കാട ഇനങ്ങളാണ്. അടുത്തത് സെറികൾച്ചർ. സ്വാഭാവിക പട്ടിൻ്റെ നിർമ്മാണത്തിനായി പട്ടുനൂൽ പുഴുക്കളെ വളർത്തുന്നതിനെ സെറികൾച്ചർ എന്നു പറയുന്നു. പട്ടുനൂൽ ശലഭ ലാർവയുടെ പ്രത്യേക ഗ്രന്ഥികളിൽ നിന്നാണ് പട്ടുനൂൽ ഉണ്ടാകുന്നത്. പട്ടുനൂൽ ശലഭ ലാർവയുടെ പ്രത്യേക ഗ്രന്ഥികളിൽ നിന്നാണ് പട്ടുനൂൽ ഉണ്ടാകുന്നത്. മൾബറി പട്ടുനൂൽ പുഴു, ടസർ പട്ടുനൂൽ പുഴു, മുഗ പട്ടുനൂൽ പുഴു. അപ്പോൾ പട്ടുനൂൽ പുഴുവിൻ്റെ ഇനങ്ങളാണ് പ്രധാനമായിട്ടും മൾബറി പട്ടുനൂൽ പുഴു, മുഗ പട്ടുനൂൽ പുഴു, ടസർ പട്ടുനൂൽ പുഴു ഇവ മുഖ്യ ഇനങ്ങളാണ്. അടുത്തത് പിസികൾച്ചർ. പിസികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിദത്ത ജലാശയങ്ങളിലും വയലുകളിലും കൃത്രിമ ടാങ്കുകളിലും ശാസ്ത്രീയമായ രീതിയിൽ മത്സ്യം വളർത്തുന്നതാണ് പിസികൾച്ചർ. ഭക്ഷ്യ ആവശ്യത്തിനായി കരിമീൻ, രോഹു, കട്ല എന്നിവയെയും അലങ്കാര മത്സ്യങ്ങളായി ഗോൾഡ് ഫിഷ്, ഗപ്പി മുതലായവയെയും വളർത്തുന്നു. ഭക്ഷ്യ ആവശ്യത്തിനായി കരിമീൻ, രോഹു, കട്ല എന്നിവയും അലങ്കാര മത്സ്യങ്ങളായി ഗോൾഡ് ഫിഷ്, ഗപ്പി മുതലായവയെയും വളർത്തുന്നു. ഇത്തരത്തിൽ വളർത്താവുന്ന മുഖ്യ ചെമ്മീൻ ഇനങ്ങളാണ് നാരൻ, കാര എന്നിവ. നാരൻ, കാര എന്നിവ ഇത്തരത്തിൽ വളർത്താവുന്ന മുഖ്യ ചെമ്മീൻ ഇനങ്ങളാണ്. അടുത്തത് ഫ്ലോറികൾച്ചർ. വ്യാവസായിക അടിസ്ഥാനത്തിൽ പൂക്കൾ വളർത്തുന്ന കൃഷിരീതിയാണ്. പൂക്കൾ വളർത്തുന്നതാണ് ഫ്ലോറികൾച്ചർ. ഫ്ലവർ എന്ന് പറഞ്ഞാൽ പൂക്കളാണല്ലോ, അപ്പോൾ ഫ്ലോറികൾച്ചർ. മുല്ല, ചെണ്ടുമല്ലി, ജമന്തി, റോസ്, ഓർക്കിഡ്, ആന്തൂറിയം എന്നിവ വിപണന സാധ്യതയുള്ള പൂക്കളാണ്. അടുത്തത് എപ്പികൾച്ചർ. എപ്പികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രീയമായ തേനീച്ച വളർത്തലിനെയാണ് എപ്പികൾച്ചർ എന്ന് വിളിക്കുന്നത്. ഔഷധ ഗുണവും പോഷകമൂല്യവുമുള്ള ഒരു ഉൽപ്പന്നമാണ് തേൻ. ഔഷധഗുണവും പോഷകമൂല്യവുമുള്ള ഒരു ഉൽപ്പന്നമാണ് തേൻ. കോലൻ, മെല്ലിഫറ, ഞൊടിയൻ ഇനങ്ങളിൽപ്പെട്ട തേനീച്ചകളെയാണ് സാധാരണയായി വളർത്തുന്നത്. കോലൻ, മെല്ലിഫറ, ഞൊടിയൻ ഇനങ്ങളിൽപ്പെട്ട തേനീച്ചകളെയാണ് സാധാരണയായി വളർത്തുന്നത്. അടുത്തത് ക്യൂണികൾച്ചർ. ശാസ്ത്രീയമായി മുഴലുകളെ വളർത്തുന്നതാണ് ക്യൂണികൾച്ചർ. മാംസത്തിനും അലങ്കാരത്തിനുമായി ഗ്രേ ജയൻ, വൈറ്റ് ജയൻ എന്നീ ഇനങ്ങളും വളർത്തുന്നു. ഗ്രേ ജയന്റ്, വൈറ്റ് ജയന്റ് എന്നീ ഇനങ്ങളെ വളർത്തുന്നു. അപ്പം പ്രധാനമായിട്ടുള്ള തേനീച്ചകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോലൻ, മെല്ലിഫറ, ഞൊടിയൻ. അതുപോലെ ഗ്രേ ജയൻ, വൈറ്റ് ജയന്റ് എന്നീ ഇനങ്ങൾ എന്താണ്? മുയലിൻ്റെ ഇനങ്ങളാണ്. അങ്കോറ എന്ന് പറയുന്നത് മുയലിൻ്റെ ഇനമാണ്. ഇവയെ രോമത്തിനായും വളർത്തുന്നു. അങ്കോറയെ രോമത്തിനായും വളർത്തുന്നു. അടുത്തത് മഷ്റൂം കൾച്ചർ. ശാസ്ത്രീയമായ കൂൺ വളർത്തലാണ് മഷ്റൂം കൾച്ചർ. പോഷകമൂല്യമുള്ളതും സ്വാദിഷ്ടവുമായ ഒരു ഭക്ഷ്യ വിഭവമാണ് കൂൺ. പാൽക്കൂൺ, ചിപ്പിക്കൂൺ എന്നിവയാണ് സാധാരണ കൃഷി ചെയ്യപ്പെടുന്നത്. പാൽക്കൂൺ, ചിപ്പിക്കൂൺ. അടുത്തത് ഹോർട്ടികൾച്ചർ.
പഴം, പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതിയാണിത്. നാടൻ പഴങ്ങൾ കൂടാതെ ലിച്ചി, റംബൂട്ടാൻ, ഡ്യൂറിയാൻ തുടങ്ങിയ അന്യദേശ പഴങ്ങളും നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രധാനമായിട്ട് കന്നുകാലി പരിപാലനവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്.